ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ്. രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീത. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം അനാസക്തി യോഗം. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് ഫ്രഞ്ച് നോവലിസ്റ്റായ റൊമെയ്ൻ റോളണ്ട്. അത് മലയാളത്തിലേക്ക് മാറ്റിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. ബോംബെയിലെ രാജ്കോട്ടിലാണ് ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിന് ശേഷം ഗാന്ധിജി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത്. ഗാന്ധിജിയുടെ അഭിപ്രായപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1906 ദക്ഷിണാഫ്രിക്കയിൽ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെയാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത്. 1925 ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത്. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് 1933 ഇംഗ്ലീഷ് ഭാഷയിൽ. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർധാ പദ്ധതി. 1936 വാർധാ സേവാഗ്രാമം എന്ന അന്ന ആശ്രമം വാർധയിൽ ഗാന്ധിജി ആരംഭിച്ചു. മെഡലിൻ സ്ലൈഡിൻ എന്ന ബ്രിട്ടീഷ് വനിതയ്ക്ക് ഗാന്ധിജി കൊടുത്ത പേരാണ് മീരാബെൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് വിനോബ ഭാവെയും രണ്ടാമത് തെരഞ്ഞെടുത്ത നേതാവ് നെഹ്റുവും ആണ്. ജോഹന്നാസ്ബർഗിലെ ദി ഗ്രാൽ എന്ന ഗാന്ധിജിയുടെ വീട് വിൽപ്പനയ്ക്ക് വെച്ചതിനെ തുടർന്ന് വാർത്താ പ്രാധാന്യം നേടി. ദണ്ഡിയാത്രയുടെ വാർഷികത്തിൽ രണ്ടാം ദണ്ഡിയാത്ര 2005 നടത്തിയത് ഗാന്ധിജിയുടെ പൗത്രനായ തുഷാർ ഗാന്ധിയാണ്. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തൻ്റെ തൂക്കുകടികാരത്തെയാണ്. ഗാന്ധിജി ബ്രഹ്മചര്യ ജീവിതം വ്രതമായി സ്വീകരിച്ച വർഷം 1906. ഗാന്ധിജിയുടെ മരണവാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് ബർണാഡ് ഷാ അഭിപ്രായപ്പെട്ടു. ഗാന്ധിജിയെക്കുറിച്ച് ഐൻസ്റ്റീൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അംബേദ്കറെയാണ്. ഗംഗയെ പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗോഖലെയെ ആയിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ മൗണ്ട് ബാറ്റൺ വിശേഷിപ്പിച്ചു. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിയെ വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചു. ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായ്, ഭാര്യ കസ്തൂർബ ഗാന്ധി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു 1904. നീലം കൃഷിക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചമ്പാരൻ സത്യാഗ്രഹം. യങ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് വാരികയും നവജീവൻ എന്ന ഗുജറാത്തി വാരികയും ആരംഭിച്ചു 1919. 1932 അഖിലേന്ത്യാ ഹരിജന സമാജം എന്ന സംഘടന ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളാണ് 5 പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. 1 1920 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം ആദ്യ സന്ദർശനം. 1925 വൈക്കം സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ. 1927 ഹരിജന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. 1934 ഹരിജന ഫണ്ട് പിരിക്കലായിരുന്നു മുഖ്യ ലക്ഷ്യം. 1937 അഞ്ചാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനമായിരുന്നു അത്. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള ഹൗസിൽ പ്രാർത്ഥനയോഗത്തിനെത്തിയ ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ വെടിവെച്ച് കൊലപ്പെടുത്തി.
അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.